ദിവസത്തെ ട്രോളിംഗ് നിരോധനം പൂർത്തിയാക്കി. ഇപ്പം ആ ദിവസങ്ങളിലൊക്കെ നമ്മളുടെ തീരത്താവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ അറുതിയും പട്ടിണിയും കാര്യങ്ങളും, മത്സ്യബന്ധന ബോട്ടുകളൊന്നും കടലിൽ പോകുന്നില്ല, അങ്ങനെ കിടന്നതാണ്. അപ്പം നമ്മൾ ഇത്തവണ വലിയ പ്രതീക്ഷയിൽ കോടിക്കണക്കിന് രൂപ മുടക്കിയാണ് ഓരോ ബോട്ടുടമകളും പ്രതീക്ഷയോടാണ് കടലിലേക്ക് ബോട്ടുകൾ വിടുന്നത്. ഒപ്പം തന്നെ മത്സ്യത്തൊഴിലാളികളും. എന്തൊക്കെ പ്രതീക്ഷകളുണ്ട് ഇത്തവണ? എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഒരു പക്ഷേ നേരിടും? നമ്മളിപ്പം ഈ ഇത്രയും ദിവസം കിടന്ന് തന്നെ വലിയ ബുദ്ധിമുട്ടിയാണ്. ഓരോ ബോട്ട് ഓരോ വർഷവും മെയിൻ്റനൻസ് ചെയ്യുന്നതിന് ഒരു 3 ലക്ഷം തൊട്ട് 5 ലക്ഷം 7 ലക്ഷം രൂപ വരെ മുടക്കുന്ന ഓരോ വ്യക്തികളുമുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ഇത്രയും ബുദ്ധിമുട്ടില്ല. അപ്പോൾ ഇത്രയും ദിവസം കെട്ടിയിട്ടിരുന്നിട്ട് നമ്മൾ ബോട്ട് പണിക്ക് പോകുമ്പം ഇപ്പോൾ കാണുന്നറിയാം റോപ്പ്, അത് ഇത്രയും ദിവസം ഇരിക്കുമ്പോൾ റോപ്പ്, അത് കണക്കൊല്ല ഇതിനുള്ള അനുബന്ധമായിട്ടുള്ള വലകൾ എല്ലാവർക്കും ഓരോ പുതിയ ബോർഡ്, പുതിയ വല. ഇപ്പോൾ ഇങ്ങനെയൊക്കെ ഇറങ്ങുമ്പോൾ തന്നെ 3, 4, 5, 7 ലക്ഷം രൂപ വരെ ഓരോ ബോട്ടുകൾക്ക് നമുക്ക് എക്സ്പെൻസാണ്. ഒരു ബോട്ട് നടത്തുന്നവർക്ക് എക്സ്പെൻസാണ്. പക്ഷേ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഇത് നമ്മൾ അറിയത്തില്ല. അപ്പം വലിയ പ്രതീക്ഷയോടാണ് പോകുന്നത്. കടലമ്മ കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ വർഷം നല്ല കുഴപ്പമില്ലാതെ 2 വർഷം മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഈ വർഷം കഴിഞ്ഞ വർഷത്തിൽ നല്ല പണി നടന്ന്. അപ്പോൾ അതേപോലെ ഒരു പ്രതീക്ഷയുണ്ട് നമുക്ക് കടലമ്മ കനിയും എന്നുള്ളൊരു പ്രതീക്ഷയോടെയാണ് എല്ലാവരും കടലിലോട്ട് ഇറങ്ങുന്നത്. എന്തായാലും ഒരു ബോട്ട് കടലിലേക്ക് പോകുമ്പോൾ എത്ര രൂപ അതിൽ മുടക്കേണ്ടി വരും? ഏകദേശ കണക്കനുസരിച്ച് എത്ര രൂപ മുടക്കിയിട്ടായിരിക്കും ബോട്ട് പോകുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഏറ്റവും ചെറിയ ബോട്ടുകൾക്ക് 3 ലക്ഷം, അതിന് തൊട്ട് മേപ്പോട്ട് ഇപ്പോൾ എനിക്ക് 7 ലക്ഷം രൂപ വരെ ആയ ബോട്ടുകളുണ്ട്. എൻ്റെ ഒരു ബോട്ടിന് 7 ലക്ഷം രൂപ വരെ ഞാനിപ്പം ചിലവ് ചെയ്ത ബോട്ടുകളുണ്ട്. അപ്പോൾ അങ്ങനെ ഓരോ വ്യക്തികളും ചിലപ്പോൾ 10 ലക്ഷം ആകാവുന്ന ആളെ, ചിലപ്പോൾ മെയിൻ്റനൻസ്, ചിലപ്പോൾ ബോട്ടിൻ്റെ പണി, ചിലപ്പോൾ ഡീസൽ അടിക്കുന്ന ഞാനത് കൂട്ടുന്നില്ല. ഡീസൽ വലിയൊരു എമൗണ്ടാണ്, ഹ്യൂജ് എമൗണ്ടാണ് ഡീസൽ അടിക്കുന്നത് പറയുന്നത്. ഇപ്പം 103 രൂപ ചില്ലറ പൈസയാണ്. ഓരോ ബോട്ടുകൾക്ക് 4000, 5000 ലിറ്റർ ഡീസലൊക്കെയാണ് ഓരോ ബോട്ടുകൾക്ക്. നമ്മളിതിനകത്ത് കൂട്ടുന്നില്ല. പക്ഷേ എക്സ്പെൻസ്, അതായത് വല, 1-2 വല, 2 വല വേണമെങ്കിൽ 2.5 ലക്ഷം രൂപ വേണം. 2 വല വേണമെങ്കിൽ. ഒരു ബോർഡ് വേണമെങ്കിൽ 55,000 രൂപ ഒരു സെറ്റ് ബോർഡിനാകും. ഈ ഒരു കിടക്കുന്ന ഒരു മീറ്റർ റോപ്പിന് 180 രൂപ ചില്ലറ വിലയുണ്ട്. അങ്ങനെ ഓരോ വ്യക്തികളും ഓരോ സാധനങ്ങൾ ഇറക്കുമ്പം 7, 8, 10 ലക്ഷം രൂപ വരെ ഓരോ ബോട്ടുകൾക്ക് ചിലവാകും. പിന്നെ ഇത് ഈ സീസണാണ് നമ്മുടെ എല്ലാവരുടെയും പ്രതീക്ഷ. ഇത് കിട്ടിയിട്ട് വേണം വേറെ കാര്യങ്ങൾ എന്തെങ്കിലും കരുതാം. ഒരു ബോട്ട് മെയിൻ്റനൻസ് ചെയ്യണമെങ്കിൽ, പെയിൻറ്റ് അടിക്കണമെങ്കിൽ തന്നെ 2 ലക്ഷം രൂപ പുറത്താവും. ഒരു ബോട്ട് പെയിൻറ്റ് ചെയ്യണമെങ്കിൽ 2 ലക്ഷം രൂപ പുറത്താവും. അങ്ങനെ ഓരോന്നിനും വലിയ കോസ്റ്റാണ്. ഞാൻ പറഞ്ഞ കുറവാണ്, പക്ഷേ അതിൽ എമൗണ്ട് കൂടുതലായിട്ടേ വരത്തുള്ളൂ നമ്മൾ മൊത്തം മെയിൻ്റെനൻസ് വരുമ്പോൾ. ഇപ്പോൾ ഇത്രയും ദിവസം കരക്കിടക്കുമ്പോൾ ബോട്ട് വരുമ്പോൾ പെയിൻറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന സാധനങ്ങൾ മാറ്റി വേറെ ഒരു സാധനം വേണം. അപ്പോൾ ജോലിക്കാരിങ്ങനെ പറയും ഞങ്ങൾക്ക് ആ സാധനം ഓരോന്നോരോന്ന് ഇറങ്ങുമ്പോൾ എല്ലാ ഉപകരണങ്ങളും വേണം. അപ്പോൾ അതുകൊണ്ട് വലിയ എമൗണ്ടാണ്. ദൈവം കനിഞ്ഞ ഒരു പ്രതീക്ഷയാണ് നമുക്കുള്ളത്. എന്തെങ്കിലും കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ ദൈവം തമ്പുരാൻ്റെ കൃപ ഉണ്ട്. ബോട്ടുടമകളുടെ മാത്രമല്ല, മത്സ്യത്തൊഴിലാളികളുണ്ട്. കോടിക്കണക്കിന് വരുന്ന മത്സ്യത്തൊഴിലാളികൾ, കുറേ മത്സ്യബന്ധന ബോട്ടുകൾ സംസ്ഥാനത്തൊട്ടാകെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അന്യസംസ്ഥാനക്കാരായാലും നമ്മുടെ മലയാളികളായാലും ഒക്കെ ഉൾപ്പെടെ ഒരുപാട് മത്സ്യത്തൊഴിലാളികളുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ കുടുംബത്തിൻ്റെ ഒരു പ്രതീക്ഷ, ഈ ഒരു സമയത്തൊരു പ്രതീക്ഷയോടുകൂടിയാണ് എല്ലാവരും കടലിപ്പാനായിട്ട് വരുന്നത്. ഇപ്പോൾ ഇത്രയും ദിവസം കരക്കിടന്നുകൊണ്ടേ ഈ സമയത്ത് എന്തെങ്കിലും കിട്ടും, നമുക്കൊരു എന്തെങ്കിലും അവർക്ക് ആവും എന്നുള്ളൊരു പ്രതീക്ഷയോട് വരുന്ന. ഇപ്പോൾ ഇവിടെ നടക്കുന്ന കാണുമ്പോൾ അറിയാം, ഇത്രയും ആൾക്കാർ ബംഗ്ലാദേശികൾ കൂടുതലും, ആസാമി അവിടുന്ന് ഇവിടുന്ന് എല്ലാം വന്ന ആൾക്കാരോട് ഇഷ്ടം പോലെ നടപ്പുണ്ട്. ഇതൊരു സീസണെ പ്രതീക്ഷിച്ചാൽ ഇത് കഴിയുമ്പോൾ 2 ആഴ്ച, ചിലപ്പം 2 ആഴ്ച കഴിയുമ്പോൾ ഇവിടുന്ന് കുറച്ച് ആൾക്കാർ പൊഴിയാൻ സാധ്യതയുണ്ട്. ആദ്യത്തെ ഒരു 2 ആഴ്ച റെഗുലറായിട്ട് നല്ല പണി കിട്ടുമെന്ന് എല്ലാവർക്കും ഒരു പ്രതീക്ഷയുണ്ട്. അപ്പോൾ അത് കഴിയുമ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ അങ്ങോട്ട് വിടും. എല്ലാവരുടെയും പ്രതീക്ഷ ഇതാണ്. നിരോധനം തീർന്നു പോകുന്ന സമയത്ത് എന്തെങ്കിലും കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ എല്ലാവർക്കും ഉണ്ട്. ഈ ട്രോളിംഗ് നിരോധന കാലയളവിൽ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൽ പോകാമായിരുന്നു. അപ്പോൾ അവർ കടലിൽ പോയിട്ട് വന്നപ്പോൾ ഇത്തവണ അത്യാവശ്യം നല്ല മത്സ്യങ്ങൾ ലഭിച്ചു എന്നുള്ളതാണ് മാർക്കറ്റിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അത് എങ്ങനെ പ്രതീക്ഷിക്കുന്നു ബോട്ടുടമകൾ? ഇപ്പോൾ അവർക്ക് ഇപ്പോഴത്തെ സമയത്ത് അവർക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ കുറഞ്ഞ മത്സ്യം കിട്ടിയാലും കൂടിയ വില കിട്ടും. അതായത് ബോട്ട് പണിക്ക് പോകാത്തത് കൊണ്ട് അവർക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനമുള്ളതെന്ന് പറഞ്ഞാൽ ഈ നിരോധന സമയത്ത് അവർ പോയി കൊണ്ടുവരുന്ന മത്സ്യങ്ങൾക്ക് വില കിട്ടും എന്നുള്ളതാണ് അതിൻ്റെ ഇത്. ബോട്ട് പോയി കഴിയുമ്പോൾ അത്രയും വില അവർക്ക് കിട്ടത്തില്ല. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ അവരുടെ ഒരു പ്രതീക്ഷ. സാധാരണ ഈ സീസണിൽ പോയിട്ട് വരുമ്പോൾ ഏതൊക്കെയാണ് നമുക്ക് ലഭിക്കുന്ന ഇനങ്ങൾ? നമുക്ക് കിളിമീൻ, ചെങ്കലവ എന്ന് പറയും, കിളിമീൻ തൊട്ട് കിളിമീൻ, ഉലുവാച്ചി എന്ന് പറയുന്ന മത്സ്യമുണ്ട്, കണവായുണ്ട്. കണവായിലാണ് ഏറ്റവും കൂടുതൽ പ്രതീക്ഷ. കൂടുതലും ബോട്ടുകൾ കണവ പണിക്കാൻ പോകുന്ന സ്ക്വിഡും മറ്റേ CF-ഉം അങ്ങനെയുള്ള കണവ പണിയും ആണ് കൂടുതലും പ്രതീക്ഷിക്കുന്നത്. കിളിമീനും കണവ പണിയും അതാണ് കൂടുതൽ പ്രതീക്ഷിക്കുന്ന പണി. സാധാരണ പണ്ടൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ടോ ചാകര, കടപ്പുറത്തെ ചാകര എന്ന് പറയുന്നത്? ഇങ്ങനെ ഇപ്പോൾ അങ്ങനെ ഉണ്ടോ? ചാകര എന്ന് പറഞ്ഞൊരു വാക്ക് തന്നെ ഉണ്ടോ?
പണ്ട് ചാകരയെന്ന് പറയാമായിരുന്നു. ആ സമയം കഴിഞ്ഞു പോയി. കരിക്കാടി പണി എന്ന് പറയാൻ പൂവാലം പണി എന്ന് പറയും ചാകര പണിയായിരുന്നു. ഈ ചെറിയ ബോട്ടുകൾക്ക് പോയി കൂടുതലും കിട്ടുന്നത് കരിക്കാടി. ആ സമയം കഴിഞ്ഞു പോയി. നമ്മൾ ഈ ജൂൺ മാസത്തിൽ നമ്മൾ തുടങ്ങുന്ന ജൂലൈ മാസമൊക്കെ നല്ല കരിക്കാടി പണി നടക്കേണ്ട, കരിക്കാടി കഴന്തൻ ഇങ്ങനെയുള്ള പണി നടക്കേണ്ട സമയത്താണ് നമ്മൾ ബോട്ട് കര കെട്ടിയിട്ടിരിക്കുന്നത്. പിന്നെ ഇതൊക്കെ വന്നു തീർന്ന് ഒഴുകിപ്പോകുന്ന കുറഞ്ഞ പണിയൊക്കെ ഇനി ഈ പോകുമ്പോൾ കുറച്ച് കാലം ഇത് നട്ടും ഒരാഴ്ച 2 ആഴ്ച ചിലപ്പോൾ ഈ കരിക്കാടി പണിയൊക്കെ കിട്ടിയിരിക്കും. ബാക്കി ഉദ്ദേശിക്കുന്ന പറഞ്ഞാൽ കണവ പണി തന്നെയാണ് മെയിനായിട്ട്. കണവായും കിളിമ്പിയും പണി അങ്ങനെയൊക്കെയുള്ള പണികളാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കരിക്കാടി പണി കിട്ടും. ചാകരപ്പണി എന്ന് പറയുന്നതാണ് കരിക്കാടി പണി. അത് പണ്ടുണ്ടായിരുന്നു, നമുക്കൊരു ആവേശമായിരുന്നു അത്. പക്ഷേ അത് ആ കാലയളവ് പോയി, അത് തീർന്ന്. അപ്പോൾ സർക്കാരിൻ്റെ നിരോധനം ഇല്ലായിരുന്നുവെങ്കിൽ ഇവിടെ നല്ല പണി നടക്കുമായിരുന്നു. ഈ പറഞ്ഞ പണി കരിക്കാടി പണി. എന്തായാലും പ്രതികൂല കാലാവസ്ഥ ഒരു ബുദ്ധിമുട്ടല്ലേ? കടൽക്ഷോഭമുണ്ട്, കാലാവസ്ഥ, മഴ, ഇതൊക്കെ എങ്ങനെ ബാധിക്കുക? ഇത് ഇപ്പോഴത്തെ ബോട്ടിനെ സംബന്ധിച്ച് വലിയ ബോട്ടുകളാണ്. അപ്പോൾ ഈ ഒരു കാറ്റും കോളും ഒക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ബോട്ടുകൾക്കൊന്നും അങ്ങനെ പണി മുടങ്ങുന്നതല്ല. പിന്നെ ചെറിയ ബോട്ടുകളുണ്ട്, ചെറിയ ബോട്ട് അല്ലെങ്കിൽ ഈ വള്ളം അങ്ങനെയൊക്കെ ഉള്ളവർക്ക് അതൊരു സാഹചര്യം മോശമായിട്ട് വരും. പക്ഷേ വലിയ വാഹനങ്ങൾക്കൊന്നും അതൊന്നും വലിയ പ്രശ്നമായിട്ട് എൻ്റെ ഇതിൽ തോന്നുന്നില്ല. രാത്രിയിൽ സാധാരണ ഒരു ബോട്ട് ഇപ്പോൾ പോവുകയാണ്, അർദ്ധരാത്രിയിൽ പോയിട്ട് എപ്പോഴായിരിക്കും തിരികെ വരിക? കോള് കിട്ടി മത്സ്യമായിട്ട് തിരികെ വരുന്നത് എങ്ങനെയാണ്? ഇവിടെ മത്സ്യബന്ധന സമയമൊക്കെ എങ്ങനെയാണ് ബോട്ടുകളുടെ? ഇവിടെ രാത്രി 12 മണി തീരുമ്പോൾ നമ്മുടെ നിരോധന ബാൻ തീർന്നു. പിന്നെ പോയി ഫസ്റ്റ് തന്നെ പോയിട്ട് ആരെങ്കിലും കൊണ്ട് ഒരു വല പഠിക്കുമ്പോൾ കുറച്ച് കിളിമീൻ കിട്ടിയാൽ 10, 25, 50 കൊട്ട കിട്ടിയാൽ കൊണ്ടുവന്ന് അന്നേരം കാശ് മേടിച്ചു പിന്നെ ഉടനെ പോകുന്ന ആൾക്കാരുണ്ട്. പ്രതീക്ഷിക്കുന്ന അതാണ്. അല്ലെ കരിക്കാടി പണി, ചെറിയ ബോട്ടുകൾ സിംഗിളായിട്ട് തന്നെ ആദ്യം വരും. പക്ഷേ ആഴ്ചപ്പണി പഠിക്കുന്ന ബോട്ട് ഇതിനകത്തുണ്ട്. കണവ പണിക്ക് പോകുന്ന ബോട്ടുകളൊക്കെ അത് ഒരാഴ്ച കഴിഞ്ഞൊക്കെ ചിലപ്പോൾ കര വരുത്തുള്ളൂ. ഈ പറഞ്ഞ ഈ കിളിമീൻ പണിക്കും കരിക്കാടി പണിക്കും പോകുന്ന ബോട്ടുകൾ ഇന്ന് രാത്രി വിട്ട് കഴിഞ്ഞാൽ ചിലപ്പം രാവിലെ ഒരു 10 മണി 12 മണിക്കാകുമ്പോൾ ചിലപ്പോൾ അതിന് മുമ്പേ വന്നെന്നിരിക്കാം. നേരം വെളുക്കുമ്പോൾ ചിലപ്പോൾ ചരക്കോട്ട് വരുന്ന ബോട്ടും കാണും. അപ്പോൾ അതാണ് ഇപ്പോൾ ഈ ഒരു കാലയളവിലെ പ്രതീക്ഷ. അങ്ങനെയാണ് ഇപ്പോഴത്തെ രീതി കണ്ടുവരുന്നത്. എൻ്റെ പേര് ജോസഫ് മോറിസ്, ഔസേപ്പ് കന്നട്ടെ എന്നിവിടെ അറിയപ്പെടും.